ഇമാജിൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ മാർക്കറ്റിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ബാർഗനിങ് ഇല്ലാത്ത ഒരു മാർക്കറ്റിൽ നിങ്ങളുടെ ബിസിനസ് സ്വിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ നിങ്ങൾ പിന്നെ അതിനെ ഭയക്കേണ്ട ആവശ്യമുണ്ടോ? ബാർഗനിങ് മൈൻഡ് സെറ്റ്. എന്താണ് ബാർഗനിങ് മൈൻഡ് സെറ്റ്? നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് അതിന് ഏറ്റവും വില കുറച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഒരു ത്വരയാണ് നമ്മൾ ഈ ഒരു ബാർഗനിങ് എന്ന് പറയുന്നത്. അത് ആ പ്രൊഡക്റ്റിൻ്റെ വില നമുക്ക് ആക്ച്വൽ വില നിശ്ചയമില്ലെങ്കിൽ പോലും നമ്മളത് കാണിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ കേരളൈറ്റ്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ മലപ്പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ അറബ്സ്, ഈവൻ അറബ്സും ബാർഗെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നു. ആക്ച്വലി ഈ ബാർഗനിങ് എന്ന് പറയുന്നത് ആളുകളുടെ പ്രശ്നമല്ല. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ ബാർഗെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ല, ആ ഒരു ഇൻഡസ്ട്രിയാണ്. എവിടെയാണോ നമ്മൾ ചെല്ലുന്നത് അവിടുത്തെ നേച്ചറാണ് അവരെ കൊണ്ട് ബാർഗെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു താജ് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് നമ്മൾ ബാർഗെയിൻ ചെയ്യില്ല. നിങ്ങൾ പെരിന്തൽമണ്ണയിലുള്ള ചില്ലീസിലോ അല്ലെങ്കിൽ അവിടെയുള്ള വലിയ റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ അവിടെ അല്ല, ഹോട്ടലുകളിൽ പൊതുവെ നമ്മുടെ നാട്ടിൽ ബാർഗെയിൻ ചെയ്യുന്നില്ല. ഇല്ല. അപ്പം വ്യക്തികളാണെങ്കിൽ ബാർഗെയിൻ ചെയ്യും. ഞാൻ പറഞ്ഞത് വ്യക്തികളുടെ പ്രശ്നമാണെങ്കിൽ, വ്യക്തികളുടെ പ്രശ്നമാണ് ബാർഗെയിനിങ് എങ്കിൽ അവിടെ ചെന്നാലും ബാർഗെയിൻ ചെയ്യില്ല. ബാർഗെയിൻ ചെയ്യും. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ ബാർഗനിങ് ഇല്ല. ഹോട്ടലിലോ ഇവിടെ ഹോട്ടലിൽ പോയാൽ പോലും ബാർഗനിങ് കാണാം. എന്തിനധികം ഒരു ബീഫ് ചില്ലി വാങ്ങിച്ചാൽ അതിൽ ഫുള്ള് എല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബാർഗെയിൻ ചെയ്യും. കാരണം അത് ബാർഗെയിനിങ് അല്ല, അത് അവരെ എക്സ്പെക്ട് ചെയ്ത എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നില്ല. എന്തിനേയും ബാർഗെയിൻ ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ ഒരു കൾച്ചറാണ്. അതെ, അത് ഞാൻ ചോദിക്കുന്നത് വ്യക്തികളുടെ കൾച്ചറാണോ? കുറച്ച് വലിയൊരു ഹോട്ടലിൽ പോയാൽ അവിടെ അത് ചെയ്യില്ല. കാരണം എന്താണെന്നറിയോ? അവിടെ എന്താണ്, അവിടെ ചിലപ്പോൾ സെയിൽസ് ഗേൾ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അവിടെ സിസ്റ്റമാണ് ഇതിന് പ്രൈസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ വ്യക്തികൾ പ്രൈസ് ഇടുന്നോടത്ത് കൂട്ടി പറയുന്നു, അവിടെ കുറക്കുക എന്നുള്ളത്, ചോദിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു സിസ്റ്റമാണ്. അതെ, അപ്പൊ അത് അവിടെ ഇങ്ങനെ ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ സാധനം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. വ്യക്തികളുടെ പ്രശ്നമല്ല. അപ്പൊ അത് വ്യക്തികളുടെ പ്രശ്നം. അതാണ് പറഞ്ഞു വരുന്നത്. വ്യക്തികളുടെ പ്രശ്നമല്ല, ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മൾ ഏത് മാർക്കറ്റിലാണോ ആ മാർക്കറ്റിലെ പ്രവണതയാണത്. അതെ, ഇവിടെ ഞാൻ ആ പറയുന്ന പ്രൈസിന് വാങ്ങിയാൽ ഞാൻ പറ്റിക്കപ്പെടും. ഇമാജിൻ. ഇമാജിൻ അല്ല, യാഥാർത്ഥ്യം അതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ മാർക്കറ്റിന്റെ പ്രശ്നമാണെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ബാർഗനിങ് ഇല്ലാത്ത ഒരു മാർക്കറ്റിൽ നിങ്ങളുടെ ബിസിനസ് സ്വിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ നിങ്ങൾ പിന്നെ അതിനെ ഭയക്കേണ്ട ആവശ്യമുണ്ടോ? അതല്ല, അവിടെയുള്ള കസ്റ്റമറും ഇവിടെയുള്ള കസ്റ്റമറും വ്യത്യാസമാണ്. അല്ല, നമുക്ക് ഈ കസ്റ്റമറെ മീറ്റ് ചെയ്യണമെങ്കിൽ ഈ മാർക്കറ്റിൽ തന്നെ ബിസിനസ് ചെയ്യും. ആ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള വേറെ കാര്യം. ഇവിടെ നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ, ഇതൊരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. അത് നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ എന്താണ്, റിച്വൽസിന് ഈ മൈൻഡ് സെറ്റ് ഇല്ല, അല്ലെങ്കിൽ എക്സ്ട്രാ റിച്വൽസിന് റിച്ച് പീപ്പിൾ. അതെ, അവർ പക്ഷേ ഇത്തരത്തിലുള്ള ഈ മാർക്കറ്റിലോട്ട് ഇറങ്ങില്ല. അതാ, റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഈ മാർക്കറ്റിലോട്ട് ഇറങ്ങില്ല. ഇവിടെ പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മൾ സാധാരണക്കാരുടെ കാര്യം നമ്മൾ പറയുന്നത്, സാധാരണ ബിസിനസ്സുകളുടെ കാര്യം പറയുന്നത്. ഇവിടെ ആക്ച്വൽ പ്രൈസ് എന്താണ്, ആക്ച്വൽ മാർക്കറ്റ് എന്താണെന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചെറുതായിട്ടൊന്ന് ബാർഗെയിൻ ചെയ്യേണ്ടി വരും. അത് ചെയ്യാതിരുന്നാൽ നമ്മൾ പറ്റിക്കപ്പെടും. നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്ന സാധനം വിൽക്കാൻ പറ്റാതാവും. അതുകൊണ്ട് മാക്സിമം പ്രൈസ് കുറച്ച് കിട്ടുക എന്നുള്ളത് ഏതൊരു പർച്ചേസറും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ സാധനം വിൽക്കാൻ പറ്റില്ല. പക്ഷെ അത് മൈൻഡ് സെറ്റിൽ നമ്മളെ സൈക്കോളജിക്കലി അത് പ്രശ്നം ഉണ്ടാക്കുന്നത് യാഥാർത്ഥ്യമാണ്. ആ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ഒരു വലിയൊരു ബിസിനസ് കെട്ടിപ്പടുക്കേണ്ട സമയത്തൊക്കെ നമുക്കത് ഇങ്ങനത്തെ സ്വിച്ച് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇപ്പോൾ നമ്മൾ വളരുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ നേരെ ഒരു മോള് തുടങ്ങി എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം. സാധാരണ ഒരു ഷോപ്പിൽ ഷട്ടിലിൽ നടത്തുന്നവരുത്തിന് ഒരു മോളിലേക്ക് ഒറ്റയടിക്ക് സ്വിച്ച് ചെയ്യാനൊന്നും കഴിയില്ല. അവിടെ എത്തുമ്പോൾ ഉണ്ടാക്കേണ്ട മൈൻഡ് സെറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് എന്ന് വെച്ചാൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഒരു മറ്റുള്ള റിസ്കിലേക്ക് വീഴ്ത്താനാവരുത്. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വെണ്ടർ വിൻ വിൻ സിറ്റുവേഷനിലേക്ക്, അതായത് നമ്മൾ സ്മൈൽ ഡൂഡ് എന്നാ പറയുന്നത്. നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്മൈലാണ്. അതായത് നമ്മൾ വിജയിക്കണം, എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ വെണ്ടർ വിജയിക്കണം, എൻ്റെ കസ്റ്റമർ വിജയിക്കണം. ആരോടും എന്ത് ചെയ്യരുത്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പറ്റിക്കൽ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനർത്ഥം തമ്മിൽ ഒരു ബാർഗെയിൻ വേണ്ട എന്നല്ല. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ സിറ്റുവേഷൻസ് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ബാർഗെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വില കുറച്ച് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് നെഗോഷിയേഷൻ ആയി. അതെ,
വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് നെഗോഷിയേഷൻ ആണ്. നെഗോസിയേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ബാർഗെയിനിങ്ങിനെ സ്വിച്ച് ചെയ്ത് നിങ്ങൾക്ക് വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, ഏത് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇത് പ്രൈസ് കുറച്ചാലേ കച്ചവടം നടക്കുള്ളൂ എന്നുള്ള മാറ്റി നിർത്തിയിട്ട് പ്രൈസ് കുറയ്ക്കാതെ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കസ്റ്റമറെ വിൻ ചെയ്യാം. ഇപ്പൊ വാല്യൂ എന്നുള്ളതും പ്രശ്നമാണ്. ഇപ്പൊ വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാനൊരു ഹോൾസെയിൽ ബിസിനസ്, ഞാൻ മറ്റു ഹോൾസെയിൽ ചെയ്യുന്ന ഷോപ്പുകൾക്കോ അല്ലെങ്കിൽ മറ്റു ഷോപ്പുകൾക്കാണ് B2B ആണ്. ഇവിടെ എനിക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുന്ന ഒന്നാ എന്താണ്, അതായത് ചിലപ്പോൾ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റും. അടുത്ത റിസ്കിലേക്കാ പോകുന്നത്. ഇതൊക്കെ റിസ്ക് കൂട്ടുകയാണ്. തീർച്ചയായിട്ടും റിസ്കുകളുണ്ട്. അത് ഏതാണ് റിസ്ക്? ഇതിന് ആ റിസ്കിലേക്കല്ലല്ലോ പോണ്ടേ. അവന് ശരിക്ക് മാർക്കറ്റിൽ ഒരു പ്രൈസും ഉണ്ട്, അതിന് താഴെ കിട്ടില്ല എന്ന് ഉറപ്പ് വരുന്ന ഒരു പ്രൈസിലേക്ക് എത്താനുള്ള ശ്രമം നടത്തണം. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെറുകിട കച്ചവടക്കാർ സർവൈവ് ചെയ്യും? ചെറുകിട കച്ചവടക്കാർ ഇങ്ങനെ തന്നെ സർവൈവ് ചെയ്യുന്നത് അല്ല. ഇപ്പോൾ ഞാൻ ബിസിനസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ മൊബൈൽ ബിസിനസ്സിലുണ്ട്. നിങ്ങൾ ഇപ്പോൾ കസ്റ്റമർക്ക് ലെറ്റ്സ് ഒരു മൊബൈൽ 1000 ദിർഹംസിനാണ് കൊടുക്കുന്നത്. എനിക്ക് എൻ്റെ കയ്യിൽ കൂടുതൽ പർച്ചേസിങ് പവർ ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും പ്രൈസ് കുറയ്ക്കാം അല്ലേ? അതെ. ഞാനത് കുറച്ച് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് വരുമോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എനിക്ക് പറയാൻ അതൊരു പ്രയാസമില്ല. ഇപ്പോൾ വാങ്ങുന്ന വലിയ ബൾക്ക് വാങ്ങുന്ന വലിയ കോർപ്പറേറ്റ്, ഞങ്ങളെ മൊബൈൽ ഫോണിൽ അവർ വിൽക്കുന്നതിനേക്കാൾ ഒരുപാട് വില കുറച്ചിട്ടാണ് ആര് ഇപ്പോൾ ഉള്ള ചെറിയ മാർക്കറ്റിലൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറിയോ മറ്റുള്ളതുപോലെ അല്ലല്ലോ. അതാണല്ലോ നമ്മളെ കണ്ണിൽ കാണുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് മറ്റു കളികളൊക്കെ നടക്കുന്നുണ്ട്. കാരണം നമുക്ക് വലിയൊരു ബിസിനസ് സ്ഥാപനത്തിന് വേണ്ട അത്ര പ്രോഫിറ്റ് ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പിൽ വേണ്ടി വരില്ല. അപ്പൊ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുമായിട്ട് എന്ത് ചെയ്യും, മെയിൻ കമ്പനി കണക്റ്റഡ് ആയിരിക്കും. വലിയ ഷോപ്പുകൾ അവരൊരു പ്രൈസ് പറഞ്ഞ് താഴെ വിൽക്കാൻ അവർക്ക് പറ്റില്ല. ഇവിടെ ആരും നിയന്ത്രിക്കാനില്ല, ഗ്രേ മാർക്കറ്റാണ്, ആരും നിയന്ത്രിക്കുന്നില്ല. അതുകൊണ്ട് ഇവർ ചെറിയ പ്രോഫിറ്റും ചിലപ്പോൾ ലോസിന് വരെ വിൽക്കും. അതൊക്കെ ഒരുപാട് എന്താ വെച്ചാൽ ഇൻസെന്റീവ് വരാൻ ഉണ്ട്. അടുത്ത മാസം വരുന്ന ഇൻസെന്റീവ് ഇന്ന് തന്നെ കുറച്ച് വിറ്റിട്ട് വരെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഈ മാർക്കറ്റിലുണ്ട്. അപ്പൊ വിലയൊന്നും ഇതൊന്നും പ്രശ്നമല്ല. നമുക്ക് വിൽക്കാൻ പറ്റും, കുറച്ച് വിൽക്കാൻ പറ്റും. നമ്മളൊരു ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് പ്രൈസ് കുറച്ച് നമുക്ക് വിൽക്കാൻ പറ്റും. അനീഫിക, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ലെറ്റ്സ് സേ ഇപ്പൊ ഞാൻ കോമ്പറ്റീറ്റർ ആയിരുന്നു, ഞാൻ ഇത് കുറച്ച് വിൽക്കുന്നു. അതെ, നിങ്ങളുടെ തൊട്ടിപ്പുറത്ത് തന്നെ ഷോപ്പ് ഇട്ടിട്ട് കുറച്ച് വിൽക്കുന്നു. നിങ്ങൾക്ക് ബിസിനസ് സർവൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അത് പറ്റും, ഉറപ്പല്ലേ? എങ്ങനെ? അവന്റെ അടുത്ത് വരുന്ന കസ്റ്റമർ അല്ലല്ലോ എന്റെ അടുത്ത് വരുന്ന കസ്റ്റമർ. എക്സാക്ട്ലി, നമ്മളടുത്ത് കസ്റ്റമർ വരാം. ഇതാണ് ഞാൻ പറഞ്ഞത്, വാല്യൂ. ഇതാണ് വാല്യൂ. ആ ഡിഫറൻസ് ആണ് വാല്യൂ എന്ന് പറയുന്നത്. അല്ല, ക്ലിയർ ആയോ? കസ്റ്റമറിനെ പോലും ഇനിയിപ്പോൾ അവിടെ വില കുറച്ച് വിൽക്കുന്നെങ്കിൽ ഞാൻ ഈ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ, അവരുടെ പ്രൈസ് സ്പെഷ്യൽ ആക്കിയില്ലെങ്കിൽ ഇന്നങ്ങ് പോയി നിൽക്കണം, പിറ്റേ ദിവസം പോകും. കാരണം കസ്റ്റമറിനെ സംബന്ധിച്ചോളം നമ്മളൊക്കെ എത്ര സംഭവം ആയിക്കോട്ടെ എല്ലാറ്റിനും അവർ വരാം. പക്ഷെ അവര് വെറുതെ എൻ്റെ അടുത്ത് അവിടെ 50 രൂപ കിട്ടുന്ന സാധനം എൻ്റെ അടുത്ത് 100 രൂപക്ക് വാങ്ങിക്കും. 100 രൂപയ്ക്ക് വാങ്ങിക്കണം എന്നില്ല, നിങ്ങൾക്ക് 55-ന് വിൽക്കാലോ. 55-നായിക്കോട്ടെ, എന്തിന് 5 രൂപ എക്സ്ട്രാ കൊടുക്കണം അവര്? അതാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അത് എന്തെന്നെയാണെങ്കിലും അവർ ചെയ്യില്ല. കാരണം അവർ ഇന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യാൻ അങ്ങോട്ട് പോകും. ഇവിടെ ഈ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കണം. ഇതിന്റെ പ്രൈസ് ഇവ കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കണം, എന്നും നല്ല മാർക്കറ്റ് പ്രൈസ് കൊടുക്കണം. എങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യുന്നിടത്ത് ഈ ബാർഗൈനിങ് എനിക്ക് നിർബന്ധമായി. ബാർഗൈനിങ് എന്നുള്ളത് ഒരു റിച്ച് മെന്റാലിറ്റിക്ക് പറ്റൂല എന്നുള്ളത് നെക്സ്റ്റ് ചർച്ചയാണ്. ആ ചർച്ച ചെയ്യേണ്ടതുമാണ്. കാരണം നമ്മൾ വളരണമെങ്കിൽ അതൊക്കെ വേണം. പക്ഷെ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ള ഗ്രൗണ്ട് യാഥാർത്ഥ്യം ഇതാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ ഒരു കാര്യം. പ്രൈസ് മാത്രമാണ് കസ്റ്റമർ നമ്മളടുത്ത് സ്റ്റിക്ക് ചെയ്യാനുള്ളൊരു കാരണമായിട്ട് അങ്ങനെ കാണുന്നത്. അല്ല, ഞാൻ പറയാം. ഒരു മിനിറ്റ്. ഹനീഫിക്ക പറഞ്ഞത് 50 എന്നുള്ളത് ഞാൻ 55 ആക്കിയാൽ അപ്പുറത്ത് 50 കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അയാൾ പോകും അല്ലേ? പോകും. അത് കാണുന്നു വളരെ. അപ്പൊ പ്രൈസ് അവിടുത്തെ മെയിൻ ക്രൈറ്റീരിയ ആണ്. അതെ അല്ലേ? മെയിൻ ക്രൈറ്റീരിയ ആണ്. അതായത് നിങ്ങൾക്ക് മറ്റൊന്നിനെ വെച്ചിട്ടോ അതിനെ പകരം വെക്കാൻ കഴിയില്ല എന്നല്ല, ഗ്രേ മാർക്കറ്റാണിത്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് മാർക്കറ്റിൽ ഏത് ബിസിനസ്മാനെയാണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അവർ ഈ മാർക്കറ്റിലാണുള്ളത്. അവിടെ പ്രൈസിന് എന്തുണ്ട്, വലിയൊരു ക്രൈറ്റീരിയ ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ പ്രൈസിനെ കവർ ചെയ്യാൻ നിങ്ങൾക്ക് വാല്യൂ ആഡഡ് ആയിട്ട് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല എന്നല്ലേ പറയുന്നത്? കാര്യമില്ല എന്നല്ല, പക്ഷെ നമ്മളെ ആളുകൾ ഈ മൈൻഡായിട്ടുള്ള ആളുകൾ
പ്രൈസിന് വാല്യൂ കൊടുക്കുന്ന ആളുകൾ നഷ്ടാവും, ഉറപ്പല്ലേ? പറയും. എല്ലാരും നഷ്ടാവൂല, ഈ ഇതിനെ മെയിൻ ചെയ്യുന്ന ആളുകൾ പോകും. ഇപ്പൊ നമ്മുടെ ഇതില് അജണ്ട എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചിന്തിക്കണം. നമ്മൾ ചർച്ച ഒരു അജണ്ടനെ കുറിച്ചിട്ടല്ലേ, ഇതിൽ പർച്ചേസറെ കുറിച്ചിട്ടുള്ള ഒരു അജണ്ടയാണ് ഇപ്പൊ നമ്മൾ എത്തിപ്പെട്ടിരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അനീഫ്ക പറഞ്ഞതാണ് അതിന്റെ റിയാലിറ്റി. കാരണം അത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് മാക്സിമം എവിടുന്ന് കിട്ടുന്നു, ക്വാണ്ടിറ്റി എടുത്താൽ കൂടുതൽ കിട്ടുക, ക്വാണ്ടിറ്റി നമുക്ക് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ സർവൈവ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് റേറ്റ് കുറച്ച് കൊടുക്കാം. പിന്നെ ക്രെഡിറ്റ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, അവിടുന്ന് റെഡി പേയ്മെന്റ് കൊടുത്ത് കുറവ് കിട്ടുന്നുണ്ടോ നോക്കാം. ഇത് എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ആ കടകളിൽ നിന്ന് ഹോൾസെയിൽ നമുക്ക് തരുന്ന സെന്ററുകളിൽ നിന്ന് നമുക്ക് അങ്ങനെ വാങ്ങാം. നമ്മളതല്ല സംസാരിക്കുന്നത്. എന്താണെന്നറിയോ, പർച്ചേസ് എങ്ങനെയോ ആയിക്കോട്ടെ, എന്റെ ഷോപ്പിൽ നിന്ന് 1-2 പ്രാവശ്യം അതായത് നമ്മുടെ പ്രൈസ് ഇങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കണക്ട് ചെയ്യുക ഇൻവെന്ററിക്കാ. എന്തുകൊണ്ട് നമുക്ക് ഈ പ്രൈസിന്, അപ്പൊ നമുക്ക് വന്നത് ഇന്ന പ്രൈസിനാണ്, അപ്പോൾ നമ്മൾ നേരെ പർച്ചേസർക്ക് കണക്ട് ചെയ്യും. എന്തുകൊണ്ട് ഈ പ്രൈസിന് വന്നു, അതുകൊണ്ടാണല്ലോ നമ്മൾ വളരെ ചെറിയ പ്രോഫിറ്റ് ഇട്ടിട്ടാണ് വിൽക്കുന്നത്. ഗ്രേ മാർക്കറ്റുകളെല്ലാം അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ ചെറിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവര് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതിനേക്കാളും താഴെയായിരിക്കും തൊട്ടടുത്ത ആള് വിൽക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മളെ പർച്ചേസർ വർക്ക് ചെയ്തില്ല, അവൻ ബാർഗെയിൻ ചെയ്യാതെ നല്ല കുട്ടപ്പനായിട്ട് അവിടുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും, ഉറപ്പാ പണി കിട്ടും. ചെറിയ വ്യത്യാസം വന്നാൽ പണി കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരെ പർച്ചേസറെ പിടിക്കും. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങണം, റൈറ്റ് പ്രൈസിനെ പർച്ചേസ് ചെയ്യാൻ പറ്റും. കാരണം മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കും കിട്ടണം. അനീഫിക പർച്ചേസിംഗ് പവർ അവിടെ മാറ്റിയെടുത്തോ. നമ്മൾ സംസാരിക്കുന്നത് ബാർഗെയിനിങ് വിത്ത് ദ കസ്റ്റമർ. അതെ, വിത്ത് ദ കസ്റ്റമർ. അതെ, ഓക്കെ. ഞാൻ ഹനീഫിക 55-ന് വിൽക്കുന്ന ഒരു സാധനം ഞാൻ തൊട്ടപ്പുറത്ത് 50-ന് വിറ്റാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ്, ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങോട്ട് ഒഴുകുമോ? ഒഴുകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. ഒഴുകുന്നു, അതെ. അതിനർത്ഥം എൻ്റെ അടുത്ത് സിസ്റ്റം ഇല്ലാന്നോ, എൻ്റെ അടുത്ത് സർവീസ് ഇല്ലാന്നോ, ഞാൻ ക്വാളിറ്റി കൊടുക്കുന്നില്ലാന്നോ, എൻ്റെ സെയിൽസ്മാന് ക്വാളിറ്റി ഇല്ലാന്നോ ഒന്നുമല്ല. ഇതൊക്കെ ഉണ്ടായാലും ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രൈസിനെ വാല്യൂ ചെയ്യുന്ന ഒരു കസ്റ്റമേഴ്സിന്റെ വലിയൊരു ശൃംഖല ഈ ലോകത്തുണ്ട്. ഞാൻ എപ്പോഴും ഈ ട്രെയിനിങ് ചെയ്യുന്ന ആളുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവർ ഈ യാഥാർത്ഥ്യം പറയില്ല. അവർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ബാർഗൈൻ ചെയ്യാത്തവരായിരിക്കും. വിചാരം അവർ തന്നെയാണ് ഈ ലോകത്ത് മുഴുവൻ. വലിയൊരു 90% പ്രൈസിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. അല്ല, അത് ഡിഫറെന്റ് കസ്റ്റമർ സെറ്റ് ആണത്. 90% ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു വലിയ സംഭവം നമ്മുടെ സെയിൽസ്മാനോട് പറയാറുണ്ട്. അവരോട് പറഞ്ഞ് നമ്മൾ തല്ലിടാറുണ്ട്. പക്ഷെ ഇതൊക്കെ വാല്യൂസ് കൊടുത്താലും ആ വാല്യൂസിനൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരും. ഉദാഹരണമായിട്ട് ഞങ്ങളെ ഷോപ്പിൽ നിന്ന് വാങ്ങണമെന്നില്ല, പർച്ചേസ് ചെയ്യണമെന്നില്ല. ആരെവിടെ നിന്ന് പർച്ചേസ് ചെയ്താൽ പോലും എൻ്റെ ഷോപ്പിൽ കൊടുത്താൽ ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. കമ്പനിയിൽ കൊണ്ടുപോയി കൊടുത്ത് നേരാക്കിയിട്ട് തിരിച്ചു കൊടുക്കാറുണ്ട്. ആ ഫ്രീ സർവീസിന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരും. പർച്ചേസ് ചെയ്യാൻ ചിലപ്പോൾ അങ്ങ് പോവുകയാണ്. കാരണം 5 റുപ്യ അവിടെ കുറഞ്ഞു കിട്ടുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ഷോപ്പ് വരെ തന്നെ ഒരു വിറ്റ ഫോൺ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ഫ്രീ സർവീസുകളും മറ്റും ഒക്കെ അവർ ചെയ്യാൻ നമ്മുടെ അടുത്തേക്ക് വരും. അനുഭവമാണ് ഈ പറയുന്നത്, വരും. പക്ഷെ 5 രൂപ കുറഞ്ഞു എന്ന് കേട്ടാൽ അപ്പുറത്തേക്ക് പോകും. അത് ഇതൊരു വലിയ സത്യമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 5 രൂപ നമ്മൾ മാറ്റി വെക്കുന്ന ഈ ഒരു 5 രൂപ നമ്മൾ കൂട്ടിയിടുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് കൂട്ടിയിടുകയാണല്ലോ ചെയ്യുന്നത്. അല്ലെങ്കിൽ പർച്ചേസ് എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചെലവുകൾ കൂടുതലായിരിക്കും. സ്ഥാപനത്തിൽ നമുക്ക് നമ്മുടെ പർച്ചേസറുടെ ബാർഗൈനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ, ആ കപ്പാസിറ്റി കുറവായിരിക്കും. പർച്ചേസിങ് അവിടെ നിൽക്കട്ടെ, കൂട്ടി വെക്കുന്നത് അല്ല, നമ്മൾ കൂട്ടി വിൽക്കുന്നു. കാരണങ്ങൾ എന്തോ ആയിക്കോട്ടെ, കൂട്ടി വിൽക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പൈസയാണ് ക്രൈറ്റീരിയ എങ്കിൽ ഇവിടെ ഇപ്പം നമുക്ക് ഓരോ ഷോപ്പിലും ആവശ്യത്തിലേറെയായിട്ടുള്ള ആളുകളുണ്ട്, എംപ്ലോയീസ് ഉണ്ട്. ഓക്കെ, എന്നെങ്കിലും നിങ്ങൾ ഇവരെ കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എംപ്ലോയീസിനെ? കാരണം ഒരാളെ കട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും അവരുടെ സാലറി ലാഭമാണ്. അല്ല, ഈ കട്ട് ഡൗൺ ചെയ്യാൻ എക്സ്പെൻസ് കുറയും. നമുക്ക് കട്ട് ഡൗൺ ചെയ്യുന്നതിനെ കുറിച്ചല്ലേ പറയണേ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരാളെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്. ആ സമയം അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിലേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചില സ്ഥലങ്ങളിൽ വർക്ക് കൂടിയിട്ടുണ്ടാവും, പ്രോഫിറ്റ് ഒരുപാട് കുറഞ്ഞു, ഇത്രയും വർക്ക് ഉണ്ട്, അവിടെ ഒരാളെ കട്ട് ഡൗൺ ചെയ്താൽ പിന്നെ അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ് ചെയ്യാം. നമുക്ക് ചില ഷോപ്പിൽ 5 പേര് വേണം, അല്ലെങ്കിൽ 6 പേര് വേണമെങ്കിൽ അവരെ വേണം. അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ
ആക്ച്വലി പണിയെടുത്താൽ പോലും നമുക്ക് ഇത്ര ഒരു പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതാണ് മാർക്കറ്റ് വലുതായി ഈ ഒരു കോമ്പറ്റീഷൻ മാർക്കറ്റാണ്. മാർക്കറ്റ് വലുതായി ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്നും കുറക്കാനൊന്നും പറ്റില്ല. ഹനീഫിക്കെ തേടി വരുന്ന കസ്റ്റമേഴ്സ് എന്നുള്ളൊരു ഗണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പറയാം, ഇഷ്ടം പോലെ അങ്ങനത്തെവരുണ്ട്. പക്ഷെ അവരൊക്കെ ഇതിന് പോലും പോകുന്നല്ല ഞാൻ പറയും. ഇത് വിചാരിക്കുന്ന ഒരാൾ പോയാൽ പോലും ഞാൻ സഹിക്കില്ല. അങ്ങനെയും പറയാലോ, എനിക്ക് എല്ലാവരും വേണ്ടവരാണ്. അപ്പൊ ഈ ചില ആളുകൾ ഇപ്പൊ നമുക്ക് എന്നും തരാൻ പറ്റുന്നവരുണ്ടാവും, അവരെ കുറിച്ചല്ല പറയുന്നത്. ഇത് വിചാരിച്ചാണെങ്കിൽ പോലും എൻ്റെ ഒരു ബിസിനസിന്റെ ഉള്ളിൽ നിന്ന് ഒരു കാരണം കൊണ്ട് പുറത്തേക്ക് പോകുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ആ വാശിയുള്ളതുകൊണ്ടാണല്ലോ നമ്മളിവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ഇതിന് ഞാൻ ബാർഗൈൻ ചെയ്യാതിരുന്നാൽ, ഞാൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് ബാർഗൈൻ ചെയ്യാതിരുന്നാൽ ശൈലിയിൽ എനിക്ക് വില കൂട്ടി വിൽക്കേണ്ടി വരും. അങ്ങനെ എൻ്റെ കസ്റ്റമേഴ്സ് പോവാൻ സാധ്യത ഉണ്ട്. അതാണ് നമ്മൾ ബിസിനസ്മാൻമാരോട് പറയുന്നത്.